അപ്പോൾ നിലയെ ജിത്തേട്ടന് മുന്നേ അറിയോ? അവൻ ചിരിയോടെ തലയാട്ടുന്നത് കണ്ട് സേതി കണ്ണു മിഴിച്ചു. അന്ന് ഹോസ്പിറ്റലിൽ വച്ചല്ലേ അപ്പോൾ ആദ്യമായി കണ്ടത്? അവൻ അല്ലെന്ന് കണ്ണ് ചിമ്മി. സേതി ഒന്നും ചോദിക്കാതെ നിലത്തേക്കിരുന്നു. അവൻ മുന്നേ പറഞ്ഞ ഓരോ കാര്യങ്ങളും മനസ്സിലിട്ട് ചികയുകയായിരുന്നു. ജിത്തേട്ടന് ഇവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയതറിഞ്ഞാണ് തന്നെയും അമ്മ ഇത്ര ദൂരം വിടാൻ സമ്മതിച്ചത്. ഇത്തിരി ഒതുങ്ങിയ സ്വഭാവമായതുകൊണ്ട് ആരെയും അങ്ങോട്ട് കയറി പരിചയപ്പെടാതെ ഒതുങ്ങി മാറിയാണ് ക്ലാസ്സിലിരുന്നത്. തൻ്റെ അടുത്തെ ഒഴിഞ്ഞ സീറ്റിലേക്ക് ഒരു ചിരിയോടെ വന്നിരുന്നവളാണ് നിള. ക്ലാസ്സിലെ ഒട്ടുമിക്ക കുട്ടികളെയും പരിചയപ്പെട്ടതിന് ശേഷമുള്ള വന്നിരിക്കലായിരുന്നു അത്. ആദ്യ ദിവസം തന്നെ ഇടിച്ചു കയറി സംസാരിച്ച് ഒരു സൗഹൃദം സൃഷ്ടിച്ചെടുത്തു അവൾ. അടുത്ത ബ്രേക്കിന് ജിത്തേട്ടൻ ക്ലാസ്സൊക്കെ ഓക്കെ അല്ലേ എന്നറിയാൻ വേണ്ടി എന്നെ തിരക്കി വന്നു. ക്ലാസ്സൊന്നും കുഴപ്പമില്ല, പുതിയ ഫ്രണ്ടിനെ കിട്ടിയെന്ന് പറഞ്ഞു പുറത്ത് വരാന്തയിൽ നിന്ന് സംസാരിക്കുന്ന നിലയെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. വളരെ അത്ഭുതത്തിൽ നിലയെ തന്നെ കുറച്ചു നേരം നോക്കി നിൽക്കുന്നത് കണ്ടാണ് അവളെ അറിയോന്ന് തിരക്കിയത്. അറിയാം, ഒരു 2 വർഷം മുന്നേ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്ന സമയം ഞാൻ ആളെ കാണാൻ പോയപ്പോൾ ഈ കുട്ടിയെ അവിടെ കണ്ടിട്ടുണ്ട്. അന്ന് അവളുടെ പാരൻസിനെ ആക്സിഡൻ്റായിട്ട് കൊണ്ടുവന്നിരുന്നു അവിടെ. അതെ, വീട്ടിൽ ചേച്ചിയും അമ്മമ്മയും മാത്രം ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അച്ഛൻ അന്ന് തന്നെ മരണപ്പെട്ടിരുന്നു. അമ്മ കുറച്ച് ദിവസം ICUവിൽ കിടന്നെങ്കിലും രക്ഷിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു. അത്രയും ആണ് അന്ന് സംസാരിച്ചത്. പിന്നീട് പലപ്പോഴും നിലയെക്കുറിച്ച് ആൾ തിരക്കാൻ തുടങ്ങി. ഒരു ദിവസം നിലയെ ആൾക്ക് ഇഷ്ടമാണെന്നും എന്നോട് തുറന്നു പറഞ്ഞു. ഉള്ളിൽ എന്നോ തോന്നിയ ഇഷ്ടത്തിൻ്റെ മുനയൊടിച്ച് അന്നു മുതൽ ജിത്തേട്ടന് വേണ്ടി താൻ നിലയെ കാണാനും അറിയാനും തുടങ്ങി. സേതി, വിശ്വജിത്തിൻ്റെ വിളിയാണ് അവളെ പഴയ ചിന്തകളിൽ നിന്ന് ഇറക്കിയത്. ഈ നേരെ കാണുന്നത് നിലയുടെ അച്ഛൻ്റെ കസിൻ്റെ വീടാണ്. അതിനപ്പുറമാണ് അവളുടെ തറവാട്. ആ കാണുന്ന പുഴവക്കിൽ അവളും ചേച്ചിയും വേറെ കുറേ കസിൻസുമായി കളിക്കാൻ വരും. അന്നേ ഇഷ്ടമായിരുന്നോ നിലയെ? സേതിക്ക് ചോദിക്കാതിരിക്കാനായില്ല. അന്നും ഇഷ്ടമാണ്, ഇന്നും ഇഷ്ടമാണ്. ഒരു ദീർഘനിശ്വാസത്തിനപ്പുറം കോർത്തിട്ട പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു. ഇനിയൊന്നും ചോദിക്കാനില്ല, അവനെ കേൾക്കുകയേ വേണ്ടൂ. അതിന് തയ്യാറായി അവൾ ആ പുല്ലിലേക്ക് പടിഞ്ഞിരുന്നു. വിമലേട്ടനെ നീ അറിയില്ലേ? വല്യച്ഛൻ്റെ മോൻ. ഞങ്ങളൊരു 3 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. ആളാണ് അപ്പുറം കടവിൽ കളിക്കുന്ന നിലയെയും നീലിമയെയും കസിൻസിനെയും എനിക്ക് കാണിച്ചു തന്നത്. ഞാൻ അവരെ അന്ന് ആദ്യമായാണ് കാണുന്നത്. പക്ഷെ വിമലേട്ടൻ അവരെ നേരത്തെ അറിയാം. ആളുടെ സ്കൂളിലാണ് അവർ പഠിക്കുന്നത്. ഞാൻ ഇന്ന് 8ാം ക്ലാസ് കഴിഞ്ഞുള്ള വെക്കേഷനിലാണ്. വിമലേട്ടൻ +2. വിമലേട്ടന് അന്ന് നീലിമയോടൊരു ചായവുണ്ട്. അത് പറയുമ്പോൾ വിശ്വജിത്ത് ചിരിച്ചു. ആ കടവിൻ്റെ സൈഡിൽ കൂടി ഒരു ചാലുവഴി ഉണ്ടായിരുന്നു. അന്ന് അപ്പുറം സൈഡിൽ റോഡ് വന്നിട്ടില്ല. അപ്പോൾ ഈ ചാലുവഴിയിൽ കൂടിയാണ് അവിടെ പിന്നിലുള്ള വീടുകളിലേക്കൊക്കെ പോവുക. വിമലേട്ടൻ എന്നെയും വിളിച്ച് പാലത്തിൽ കൂടി സൈക്കിളിൽ അത്രയും ദൂരം പോകും. ഇവിടുന്ന് പാലത്തിലേക്ക് 1 കിലോമീറ്ററോളം ദൂരമുണ്ട്. അത്രയും തന്നെയുണ്ട് പാലത്തിൽ നിന്ന് അവരുടെ വീടിൻ്റെ അടുത്തേക്ക്. നീലിമയെ ഒന്ന് കാണാൻ വേണ്ടി ആൾ അത്രയും ദൂരം എന്നെയും കൂട്ടി പോകും. ഈ കടത്തിൽ വഞ്ചി ഉണ്ടായിരുന്നെങ്കിലെന്ന് പലതവണ ആളെ വിലപിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതിലൊക്കെ രസം ആൾ വായി നോക്കുന്ന 4-5 പേരിൽ ഒരാൾ മാത്രമാണ് നീലിമ. എന്നിട്ട് കൂടിയാണ് ഈ പോക്ക് എന്നോർക്കുമ്പോൾ ചിരി വരും. ആളൊരു കോഴിയാണല്ലേ? അന്ന്, ഇപ്പോഴല്ല. ഇപ്പോൾ നല്ല അസ്ഥിക്ക് പിടിച്ച പോലൊരെണ്ണം ചെന്നൈയിലുണ്ട്. എന്നിട്ട് ബാക്കി പറ. എന്നിട്ടാ ആദ്യത്തെ 2-3 ദിവസം അവരെ നോക്കി ആ ചാലിലൂടെ അങ്ങ് കടന്നുപോയി. പിന്നെ അവിടെ എത്തിയാൽ സൈക്കിളിൽ ചുമ്മാ അങ്ങോട്ടും എങ്ങോട്ടും ചുറ്റിത്തിരി. വിമലേട്ടൻ സ്കൂളിൽ വെച്ച് നീലിമയുടെ പിന്നാലെ നടക്കെ ഇഷ്ടം പറയാൻ ശ്രമിക്കുക, അങ്ങനെ എന്തൊക്കെയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളെ അവർക്ക് പെട്ടെന്ന് പിടികിട്ടി. ഒരു 3 മണിയൊക്കെ കഴിഞ്ഞാണ് അവർ കടത്തിൻ്റെ അവിടേക്ക് വരിക. അത്രയും നേരം വിമലേട്ടൻ ഇവിടെ നോക്കിയിരിക്കും. അവരെ അക്കരെ കണ്ടു കഴിഞ്ഞാൽ വേഗം വന്ന് എന്നെയും വിളിക്കും. പിന്നെ സൈക്കിളിൽ അവിടെ കിടന്ന് ചുറ്റിത്തിരിയലാണ്. അന്നേരം നീലിമയുടെ കൂടെയുള്ളവരൊരു നോട്ടമുണ്ട്. ഒക്കെയും 6-7 ഒക്കെ ആയ പൊടിക്കുപ്പികളാണ്.
കൂട്ടത്തിലെ കുഞ്ഞി നിളയാണ്. ഓരോ റൗണ്ട് സൈക്കിളിൽ അതിലൂടെ കടക്കുമ്പോൾ നീലിമയ്ക്ക് കവചം തീർത്ത പോലെ നിന്നുള്ള അവരുടെ നോട്ടം കാണണം. വിമലേട്ടൻ ഇത്തിരി മുതിർന്നത് കാരണം ഇത്തിരി പേടിയും ഉണ്ടവർക്ക്. അല്ലെങ്കിൽ എന്നേ കല്ല് പെറുക്കി എറിഞ്ഞാനെന്ന് തോന്നിയിട്ടുണ്ട്. ഒരു ദിവസം വിമലേട്ടൻ അതിന് വിട്ടൊരു പ്രവൃത്തി കാണിച്ചു. സൈക്കിൾ അവരുടെ അടുത്ത് നിർത്തിയിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നീലിമയോട് വിളിച്ചു പറഞ്ഞു. ഒന്നാമതേ ഞങ്ങളെ കാണുമ്പോൾ ദേഷ്യം കാണിക്കുന്ന കാവൽഭടന്മാരാണ് അവൾക്ക് ചുറ്റും. ഡാ എന്നൊരു ഓളി വരും മുന്നേ വിമലേട്ടൻ സൈക്കിൾ മുന്നോട്ടെടുത്തിരുന്നു. പിന്നിലിരുന്ന എനിക്ക് നേരെ ഒരു മങ്കിയുടെ ടോയ് വലിച്ചെറിഞ്ഞ് ഓടി വന്ന ആ കുഞ്ഞിപ്പെണ്ണിനെ പിന്നീട് എനിക്ക് മറക്കാനേ കഴിഞ്ഞിട്ടില്ല എന്നാണ് സത്യം. വിശ്വതി ചിരിയോടെ സേതിയെ നോക്കി. നിളയായിരുന്നോ അത്? മുടി ബോയ്ക്കട്ടൊക്കെ ചെയ്ത് ഒറ്റ നോടത്തിൽ തന്നെ ആൺകുട്ടിയാണെന്ന് തോന്നിപ്പോകുന്ന ഒരു കുറുമ്പി, അതായിരുന്നു നിള. പഴയ ഓർമ്മകളിൽ അവനൊന്ന് പുഞ്ചിരി പൊഴിച്ചു. ആ പുഞ്ചിരിക്ക് ഇതുവരെ ഇല്ലാത്തൊരഴക് തോന്നിയ സേതിക്ക്. അന്നത്തോടെ വിമലേട്ടൻ ആ റൂട്ട് വിട്ടു. നിള ഒച്ച വച്ച് വന്നത് അടുത്ത വീട്ടിലെ ചേട്ടൻ കണ്ടു. ആളുടെ നിന്ന് പിന്നെ വിമലേട്ടന് നല്ലൊരു ഉപദേശവും കിട്ടുകയും ചെയ്തു. ഇനി ആ വഴി ചെന്നാൽ പണി കിട്ടുമെന്ന് മനസ്സിലായി. പക്ഷേ പെട്ടുപോയത് ഞാനാണ്. എനിക്ക് ആ കുഞ്ഞിപ്പെണ്ണിനെ കാണാതെ പറ്റില്ലെന്നായി. അത്രയും വഴിയൊന്നും ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. ഞാൻ ഇവിടെ വന്നിരിക്കും, അവരക്കരെ വന്ന് കളിക്കുന്നത് നോക്കി. അവിടെ ഒച്ചയും ബഹളം ഇക്കരെ വരെ എത്തും. സേതി അവൻ പറയുന്നതൊക്കെ കേട്ടിരുന്നു. അവൾക്ക് തിരിച്ചു പറയാൻ ഒന്നുമില്ലായിരുന്നു. ജിത്തേട്ടനോട് തനിക്ക് ഇഷ്ടം തോന്നും മുന്നേ ആ മനസ്സിൽ നില ഇടം പിടിച്ചിരുന്നു എന്ന തിരിച്ചറിവ് അവളിൽ സന്തോഷത്തിനൊപ്പം നേരിയൊരു നോവ് കൂടി പടർത്തി. വല്യച്ഛനും വിമലേട്ടനുമൊക്കെ വെക്കേഷൻ കഴിയും മുന്നേ തന്നെ ചെന്നൈയിലേക്ക് ഷിഫ്റ്റായി. അച്ഛനും അമ്മയുടെ സ്ഥലത്ത് വീടിൻ്റെ പണി തുടങ്ങി വെക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് മാറിയാൽ നിലയെ എങ്ങനെ കാണുമെന്ന ചിന്തയായിരുന്നു എനിക്ക്. അവസരം കിട്ടിയപ്പോഴൊക്കെ നിലയുടെ സ്കൂൾ പരിസരത്തും ബസ് ഇറങ്ങുന്നിടത്തുമൊക്കെ അവളെ കാണാൻ ഞാൻ ചെന്ന് നിന്നിട്ടുണ്ട്. ഒരു വർഷത്തോളം ഞാൻ അവളെ കാണാൻ ഈ കടവിലും റോഡിലുമൊക്കെ നടന്നിട്ടുണ്ട്. പ്രണയം തലയ്ക്ക് പിടിച്ച് നടന്ന ദിനങ്ങൾ. പക്ഷേ അതിന് ആയുസ് കുറവായിരുന്നു മാത്രം. ജിത്തേട്ടൻ അവളോട് സംസാരിച്ചിരുന്നു. അതിനവളത് ഉൾക്കൊള്ളാനുള്ള പ്രായമായെന്ന് എനിക്ക് തോന്നിയില്ല. പുൽച്ചാലി പോലെ തുള്ളിക്കളിച്ച് നടക്കുന്നൊരു പ്രകൃതം. വിശ്വതി ചിരിയോടെ കുഞ്ഞുനിലയെ ഓർത്തു. പക്ഷേ അടുത്ത വെക്കേഷൻ ആയപ്പോൾ മുതൽ നിലയെ കാണാൻ കഴിഞ്ഞില്ല. ഈ കടവിൽ അവളെ കാത്തു വന്നിരുന്നതിന് കണക്കൊന്നുമില്ല. കാണാതെ ഒട്ടും പറ്റില്ലെന്ന് തോന്നിയ നിമിഷം സൈക്കിളെടുത്ത് വീണ്ടും അക്കരയ്ക്ക് പോയി. നിലയുടെ ഒരു കുഞ്ഞി അനിയനെ കണ്ടു. അവളെ തിരക്കി. ചേച്ചിമാർ പോയി, പുതിയ വീടുണ്ടാക്കി മാറി, ദൂരെയാണ്. ഇത്രയുമാണ് അവൻ പറഞ്ഞത്. അതിനെ ഇത്തിരി ഒന്നുമല്ല തളർത്തിയത്. 10ാം ക്ലാസ്സിൽ അത്യാവശ്യം ഞാൻ ഉഴപ്പി. അവസാനം സ്കൂളിൽ നിന്ന് അച്ഛനെ വിളിപ്പിച്ചതോടെയാണ് ഞാൻ പഠിത്തത്തിലൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പിന്നെ അധികം വൈകാതെ വീട് പണി കഴിഞ്ഞു അങ്ങോട്ട് മാറി. പിന്നെ നിലയെ കണ്ടിട്ടില്ലേ? അന്ന് ഹോസ്പിറ്റലിൽ വെച്ചല്ലാതെ? ഇല്ല, പക്ഷേ അവൾ എന്നും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. വിശ്വതൊന്ന് ശ്വാസം എടുത്തു വിട്ടു. സേതിക്ക് എന്ത് പറഞ്ഞു തുടങ്ങണം എന്നറിയാതായി. വർഷങ്ങൾക്ക് ശേഷമാണ് നിലയെ ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടത്. അതും അത്രയും തകർന്ന നിലയിൽ. ജിതിനെ കെട്ടിപ്പിടിച്ചു അലറി വിളിച്ച് കരയുന്ന നിള. ഇന്നും അതൊക്കെ ഓർക്കുമ്പോൾ അത്രയും വേദനയിൽ നിൽക്കുന്ന അവൾക്ക് അരികിലേക്ക് എനിക്ക് ചെല്ലാൻ തോന്നിയില്ല. അവളുടെ വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ കോളേജിൽ അവളെ കണ്ടത് ഷോക്കായിരുന്നു. അതിലും ഷോക്കായിരുന്നു അവൾക്ക് ജിതിനെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ. ഇനി അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല. മൺഡേ അവളെ ചിത്തേട്ടനെ പരിചയപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തിനാ അവളിൽ നിന്നും മാറി നടക്കുന്നത്? സനിച്ചേട്ടനോട് അവൾക്ക് ചായ്വ് തോന്നാൻ അധികം സമയം വേണ്ടി വരില്ല കേട്ടോ. ആളാണെങ്കിൽ നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുമുണ്ട്. സേതി പറഞ്ഞത് കേട്ട് അവൻ ചിരിയോടെ തലയാട്ടി. ഞാൻ തമാശ പറഞ്ഞതല്ല. ഇതൊന്ന് പറയാനാണ് ഞാൻ 2 ദിവസമായി നോക്കിയത്. മെസ്സേജായും കോളായും 2 പേരും എപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. നമുക്ക് പോയാലോ? വെയിലൊന്നും മങ്ങിയിട്ടുണ്ട്. അവൻ്റെ മറുപടി കേട്ട് സേതിക്ക് ദേഷ്യം വന്നു. പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ അവൾ എഴുന്നേറ്റ് നടന്നു. എടി സ്ലിപ്പാവും, ഞാൻ പിടിക്കാം. വേണ്ട, ഇത്തിരി കനപ്പിച്ച് പറഞ്ഞവൾ ശ്രദ്ധയോടെ നടന്നു. ബൈക്കിൽ കയറും വരെ മാത്രമേ അവൾക്ക് മുഖം കയറ്റി പിടിക്കാൻ പറ്റിയുള്ളൂ. തിരിച്ചുള്ള യാത്ര വേറെ വഴിക്കായിരുന്നു. നില പഠിച്ച സ്കൂള്, നില പോകാറുള്ള അമ്പലം, നിലയുടെ സ്കൂൾ ബസ് വന്നു നിൽക്കുന്ന സ്ഥലം,
അങ്ങനെ മുന്നോട്ട് അവരൊരു നീളമയം തന്നെ തീർത്തപ്പോൾ തിരിച്ചു മിണ്ടാതെ ഇരിക്കാൻ സേതിക്കുമായില്ല. തുടരും. സ്നേഹത്തോടെ, അഭിനവി.